ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം നമുക്കെല്ലാവർക്കും ഒരു വെറൈറ്റിയൊക്കെ എപ്പോഴും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഏതൊരു കാര്യം എടുത്താലും വെറൈറ്റി ഇങ്ങനെ തേടി പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രഹകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislives.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ അതൊന്നും വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി കിച്ചണിലോട്ട് പോയാലോ. അപ്പം കുറച്ച് ചിക്കൻ വാങ്ങിച്ചതിൽ നിന്ന് മാംസം നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം. അപ്പം എന്നിട്ട് എല്ലൊന്നും ചേർക്കാതെ നമുക്ക് അച്ചാറിടാം. അപ്പം എടുത്തിട്ട് ദാണ്ട ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. അപ്പം കുറച്ച് ഞാൻ എടുക്കട്ടെ, ഒരു 1/2 കിലോയ്ക്കെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് മാറ്റി ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ട് വരാം. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അച്ചാറിന് പരുവമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ, അപ്പം ഞാൻ 1/2 കിലോ വെച്ചിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ നോക്കുമ്പോൾ ചിക്കൻ വളരെ കുറഞ്ഞു പോകുമല്ലോ വറുത്തെടുക്കുമ്പോൾ. അപ്പം എന്തായാലും 900 ഗ്രാമിൽ കൂടുതലുണ്ടിത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പിടി ചെറിയ ഉള്ളി, അതേപോലെ ആവശ്യത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ കൂടെ വറക്കണം. പിന്നെ നമ്മൾ കടുക് വറക്കുമ്പോൾ കുറച്ച് വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി, 2 കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീരും കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം ചിക്കനകത്തോട്ട് മസാല തേച്ചിട്ട് ചിക്കനെ നമുക്ക് വിശ്രമിക്കാനായിട്ട് അങ്ങ് വെക്കാം. അപ്പം ചിക്കൻ വറക്കുന്നതിന് മുമ്പായിട്ട് അതിന് ആവശ്യമായ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പം ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു സ്വല്പം ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ എല്ലാം മസാലകളെല്ലാം എല്ലായിടവും ചെല്ലത്തക്ക രീതിയിൽ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ കുറച്ച് ഓയിൽ വിശ്രമിച്ചിട്ടൊക്കെ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളി വേണമായിരുന്നു, ഒരു 2 പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കാനായിട്ട് ഇഞ്ചി കഷ്ണമായിട്ട് അത് വറുത്ത് കോരി എടുക്കാനാണ്. ഇഞ്ചിയും അതേപോലെ ചെറിയ ഉള്ളിയും കൂടെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുനുകുനാന്ന് കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അത് കടുക് വറുക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുന്ന കോഴിയെ നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലോട്ട് കയറാം. ഇനിയിപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ വറുത്തെടുക്കണം. തവ നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ചെറിയ ഉള്ളി ചേർക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് കഴിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് എണ്ണ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കാം, നല്ലെണ്ണ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, കടുകെണ്ണ ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, അത് അവനവൻ്റെ ചോയ്സാണേ. എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. ഉള്ളിയും ഇഞ്ചിയും കൂടാണ് നമ്മൾ വട്ടത്തിലരിഞ്ഞ ഇഞ്ചിയും കൂടാണ് നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം ഉള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇടാനായിട്ട്. വറക്കുമ്പോൾ ഒരു സ്വല്പം ഉപ്പും കൂടെ അതിനകത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടത് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട്, സ്വല്പം മതി കേട്ടോ, ഇനി നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഈ എണ്ണ തന്നെയാണ് നമ്മൾ വീണ്ടും അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനകത്ത് തന്നെ ചിക്കൻ വറക്കണമല്ലോ, അപ്പോൾ എണ്ണ തീർച്ചയായിട്ടും വേണ്ടി വരും. ഉള്ളി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ ഫ്രൈ ആവണം. ഒന്നുകൂടെ ഒന്ന് മൂത്തിട്ട് വേണം വാങ്ങാനായിട്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. പച്ച കാണാൻ പാടില്ല കേട്ടോ. എന്നാൽ ഒരുപാടങ്ങ് കരിഞ്ഞും പോകരുത്. ഒരു ഏകദേശ പരുവത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നങ്ങ് മൂത്തോളും കേട്ടോ ഉള്ളി. അത് പരുവമായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം.
ഉള്ളി വറുത്ത് കോരി ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. കുറേശ്ശെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പരന്ന പാത്രമായതുകൊണ്ട് നമുക്ക് 2 ട്രിപ്പ് കൊണ്ടൊക്കെ വറുത്തെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്കകത്ത് ചിക്കൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ബീഫ് അച്ചാറും അതുപോലെ തന്നെ മീനച്ചാറും ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് പോലെ തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ച ആവാൻ പാടില്ല, എങ്കിൽ അങ്ങ് കരിഞ്ഞും പോകരുത്. ആ രീതി വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പം പല ടൈപ്പിലുള്ളതായ അച്ചാറുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. മിനീസ് ലൈഫ് സ്റ്റൈലിലെ പ്ലേലിസ്റ്റിലൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം കാണാൻ പറ്റും. നല്ല അടിപൊളി അച്ചാറുകളാട്ടോ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഫ്രൈ ആക്കി വെച്ചേക്കുന്നത് ഒന്ന് തരിതരിപ്പായിട്ട് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം, ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഇടാം. കണ്ടിട്ട് ആലു ഫ്രൈ മാതിരി ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പം ഇനി രണ്ടും ഒരേപോലെ മൂത്ത് വരട്ടെ. രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇനി കോരി മാറ്റി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചതും കൂടെ അതിനകത്ത് ഇട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു തവ എടുത്തിട്ട് ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ വറുത്തതും കൂടെ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് വെക്കുകയാണ്. അപ്പം മാറ്റി വെച്ചേക്കുന്നതേ, അപ്പോൾ ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതും കൂടെ ഇതിനകത്തോട്ട് കിടക്കട്ടെ. ഇതിനകത്തോട്ട് നമുക്ക് തന്നെ അച്ചാറിട്ട് തുടങ്ങാം. അപ്പം ഞാൻ വീഡിയോ കാണിക്കേണ്ടത് കൊണ്ടാണ് കേട്ടോ അടുത്ത പാത്രം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമുക്കങ്ങ് ചെയ്താൽ മതിയായിരുന്നു, ചിക്കൻ ഫ്രൈ ചെയ്തതിനകത്തെ. അപ്പോൾ അതിനകത്തോട്ട് തവ ചൂടായി, അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കടുകിടാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മസാലയും കൂടെ എടുത്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ 1.5 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3.5 സ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ളതും എരിവില്ലാത്തതും കൂടെയാണ്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട്, ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, കായപ്പൊടി എടുത്തിട്ടുണ്ട്, സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതുകൊണ്ട് ഇഞ്ചിയും ഉള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, ഫ്രൈ ആക്കി വെച്ചേക്കുന്നത്. എല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ മുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാല എല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതായ ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക. അപ്പോൾ അതെല്ലാം മസാലയും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കാണ്. ആ നമ്മുടെ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ ഒന്നുകൂടെ ചൂടായതിനു ശേഷം നമ്മളെല്ലാം നമ്മുടെ ചിക്കനും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് തീ ഒന്നുകൂടെ ഓൺ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇടാം. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പം ചിക്കനും അതിനകത്തിട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഉപ്പ് ഇട്ടു. ഇനി നമ്മുടെ മെയിൻ സംഭവം ഒഴിക്കാനുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്തിട്ട് ഞാനകത്തോട്ട് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ ചെറിയ ഒരു കുഞ്ഞൻ ഗ്ലാസ്സിനകത്താണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം വിനാഗിരി വേണ്ടാത്തവർക്ക് ഒരു 4 നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ചപ്പാത്തിക്കും ചോറിനും പൂരിക്കും എല്ലാം കഴിക്കാൻ നല്ലൊരു അടിപൊളി അച്ചാറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ
ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പം നമ്മുടെ ഈ അച്ചാർ കണ്ടല്ലോ, നല്ല സൂപ്പർ ഡ്യൂപ്പർ അച്ചാറാണ്. അപ്പം നമ്മൾ പല ടൈപ്പിലുള്ളതായ അച്ചാർ ഇട്ടിട്ടുണ്ട്. മീൻ അച്ചാർ, കൊഞ്ചച്ചാർ, ഇറച്ചി അച്ചാർ, മാങ്ങ അച്ചാർ, ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഇങ്ങനെ പല അച്ചാറുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി അച്ചാറും കൂടെ നിങ്ങളൊന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിത്തുകൾ, ഗ്രോബാഗുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, ഗ്രോബാഗ് ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അതൊന്നും വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും നിങ്ങൾക്കിതെല്ലാം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.